क्लेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलिदं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാമത്തെ അധ്യായം ദക്ഷൻ നടത്തിയ യാഗം. ശ്ലോകം 1 മുതൽ 5 വരെ വായിക്കാം. മൈത്രേയ ഉവാച ഇത്യജേനാനുനീതേന ഭവേന പരിദുഷ്യത അഭ്യധായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. മഹാദേവ ഉവാച നാഖം പ്രചേഷ ബാലാനാം വർണ്ണയേനാനുചിന്തയേ ദേവമായാഭിഭൂതാനാം ദണ്ഡസ്തത്ര ധൃതോ മയാ. പ്രജാപതേർദഗ്ധശീർഷ്ണോ ഭവതു അജമുഖം ശിരഃ മിത്രസ്യ ചക്ഷുഷേക്ഷേത ഭാഗം സ്വം ബർഹിഷോ ഭഗഃ. പൂഷാ തു യജമാനസ്യ ദദ്ഭിർജക്ഷതോ പിഷ്ടഭുക് ദേവാ പ്രകൃതാ സർവാംഗാ യേമ ഉച്ഛേഷണം ദദുഃ. ബാഹുഭ്യാമശ്വിനോ പൂഷ്ണേ ഹസ്താഭ്യാം കൃതബാഹവഃ ഭവന്തര്യാവശ്ചാന്യേ ബസ്താശ്മശ്രു ഭൃഗോദ്ഭവേത്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായം ദക്ഷൻ നടത്തിയ യാഗം. ശ്ലോകം 1. മൈത്രേയ ഉവാച ഇത്യജേനാനുനീതേന ഭവേന പരിതുഷ്യത അഭ്യദായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. വിവർത്തനം. മുനി മൈത്രേയൻ പറഞ്ഞു, ഓ കരുത്തുറ്റ കരങ്ങളുള്ള വിതുര, മഹാദേവൻ അപ്രകാരം ബ്രഹ്മദേവന്റെ വാക്കുകളാൽ അനുനയത്തിലായി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി താഴെ കൊടുത്തിട്ടുള്ളത് പോലെ സംസാരിച്ചു. ശ്ലോകം 2. ശ്രീ മഹാദേവ ഉവാച നാഗം പ്രജേഷ ബാലാനാം വർണ്ണയേനാനുചിന്തയേ ദേവമായാഭിഭൂതാനാം ദണ്ഡസ്തത്ര ധൃതോ മയാ. വിവർത്തനം. മഹാദേവൻ പറഞ്ഞു, എന്റെ പ്രിയ പിതാവ് ബ്രഹ്മാവേ, ദേവന്മാർ ചെയ്ത തെറ്റുകൾ ഞാൻ കാര്യമായി എടുത്തിട്ടില്ല. അവർ ബാലിശരും ബുദ്ധി കുറഞ്ഞവരുമാകിയാൽ അവരുടെ അപരാധങ്ങൾ ഗൗരവദൃഷ്ടിയാ വീക്ഷിക്കാതെ അവരെ നേരെയാക്കുന്നതിനു വേണ്ടി മാത്രം ഞാൻ അവരെ ശിക്ഷിക്കുകയായിരുന്നു. ശ്ലോകം 3. പ്രജാപതേർദഗ്ധശീർഷ്ണോ ഭവത്വജമുഖം ശിരഃ മിത്രസ്യ ചക്ഷുഷേക്ഷേത ഭാഗം സ്വം ബർഹിഷോ ഭഗഃ. വിവർത്തനം. മഹാദേവൻ തുടർന്നു, ദക്ഷന്റെ ശിരസ് അഗ്നിക്കിരയായി ഭസ്മമായി മാറിക്കഴിഞ്ഞതിനാൽ അവന് ഒരാടിന്റെ ശിരസ് ലഭിക്കും. മകൻ എന്നറിയപ്പെടുന്ന ദേവന് അവന്റെ യജ്ഞവിഹിതം മിത്രന്റെ ദൃഷ്ടികളിലൂടെ ദർശിക്കാൻ കഴിയും. ശ്ലോകം 4.
पूषतु यजमानस्य दर्भिर्जक्षतु पिष्टभो देवा प्रकृत सर्वाङ्ग येम ഉച്ചേഷണം ദദുഃ. വിവർത്തനം. ദേവനായ പുരുഷൻ അവന്റെ ശിഷ്യന്മാരുടെ പല്ലുകളിലൂടെ മാത്രമേ ഭക്ഷണം ചവയ്ക്കാൻ കഴിയുകയുള്ളൂ. അതല്ല, അവന് സ്വയം ചവയ്ക്കണമെന്ന് തോന്നിയാൽ കുഴച്ച കടലമാവ് ചവച്ച് സ്വയം ആസ്വദിക്കാം. പക്ഷേ എന്റെ യജ്ഞവിഹിതം തരാൻ തയ്യാറായ എല്ലാ ദേവന്മാരുടെയും എല്ലാ പരിക്കുകളും ഉടനെ ഭേദമാകും. ശ്ലോകം 5. ബാഹുഭ്യാമശ്വിനോ ഭൂഷ്ണേ ഹസ്താഭ്യാം കൃതബാഹവഃ ഭവദ്വദ്വര്യവശ്ചാന്യേ വസ്തശ്ശ്മശ്രുഭൃഗുവദേ. വിവർത്തനം. കൈപ്പത്തികൾ ഛേദിക്കപ്പെട്ടവർക്ക് അശ്വിനി കുമാരന്മാരുടെ കൈപ്പത്തികൾ കൊണ്ട് പ്രവർത്തിക്കാം. കൈകൾ വെട്ടിമാറ്റപ്പെട്ടവർക്ക് പൂഷാന്റെ കൈകൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാം. പുരോഹിതന്മാരും ആ രീതിയിൽ പ്രവർത്തിക്കണം. ഭൃഗുവിനെ സംബന്ധിച്ച് അവന് ആടിന്റെ താടി രോമങ്ങൾ കിട്ടും. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Thank you, Anjali, Arati, and Swapna Mataji. Hare Krishna. ഇവിടെ മൈത്രേയ മഹർഷിയാണ് പറയുന്നത്. മൈത്രേയ ഉവാച. വിതുര മൈത്രേയ സംവാദമാണ്. വിതുരൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈത്രേയ മഹർഷിയോട്, പ്രജാപതിയായിട്ടുള്ള ദക്ഷന്റെ പുത്രിയും പതിവ്രതയുമായിട്ടുള്ള സതീദേവിക്ക്, മഹാദേവന്റെ പത്നിയായിട്ടുള്ള സതീദേവിക്ക് എങ്ങനെയാണ് ദേഹവിയോഗം നടന്നത്? അതിന്റെ കാരണം എന്താണ്? ദക്ഷനും മഹാദേവനും തമ്മിൽ ശത്രുതയുണ്ടാകാൻ എന്താണ് കാരണം? ഇതെല്ലാം വിതുരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് മൈത്രേയ മഹർഷി മഹാദേവന്റെ ചരിത്രം, സതിയുടെ ദേഹവിയോഗം ഒക്കെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു, ബ്രഹ്മാവ് മഹാദേവനെ പ്രകീർത്തിക്കുകയും മഹാദേവനെ അനുനയിപ്പിക്കുകയും ചെയ്തു. ഇത്യജേനാനുനീതേന ഭവേന പരിതുഷ്യത. അജേന എന്ന് പറയുന്നത് ബ്രഹ്മാവിനാണ്. അജൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, ജനിക്കാത്തവൻ. ഭഗവാനിൽ നിന്ന് നേരിട്ട് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ അജൻ എന്നും പറയുന്നുണ്ട്. ഇതി അജേന അനുനീതേന ഭവേന പരിതുഷ്യത. ബ്രഹ്മാവിനാൽ അനുനയിപ്പിക്കപ്പെട്ട ഭവാൻ. ഭവേന എന്ന് പറയുന്നത്, ഭവാൻ എന്ന് പറയുന്നത് മഹാദേവനാണ്. മഹാദേവൻ ബ്രഹ്മാവിനാൽ അനുനയിക്കപ്പെട്ടു. ആ ബ്രഹ്മാവിനാൽ അനുനയിപ്പിക്കപ്പെട്ട മഹാദേവൻ പരിതുഷ്യത, പൂർണ്ണമായി സംതൃപ്തനായി എന്ന് പറയുന്നു. അങ്ങനെ സംതൃപ്തനായിട്ടുള്ള മഹാദേവൻ ഇങ്ങനെ പറയാൻ ആരംഭിച്ചു. അഭ്യഥായി പറയാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. മഹാബാഹോ എന്ന് പറയും. മഹാബാഹോ എന്ന് പറയുന്നത് വിതുരനെയാണ്. വിതുരനോട് മൈത്രേയ മഹർഷി പറയുന്നതാണ്. പ്രഹസ്യ ശ്രൂയതാമിതി. പുഞ്ചിരിച്ചുകൊണ്ടാണ് മഹാദേവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ മഹാദേവനെ ബാധിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് ബാധിച്ചു. അതെല്ലാം മഹാദേവൻ മറക്കുകയും ചെയ്തു. അതൊന്നും വലിയ കാര്യമായിട്ട് മഹാദേവൻ എടുത്തിട്ടില്ല. ദക്ഷന്റെ പരിഹാസം, അതേപോലെ സതീദേവിയുടെ ദേഹവിയോഗം, യജ്ഞത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, യജ്ഞവീതം മഹാദേവന് വിലക്കപ്പെട്ടത്, ഇതൊന്നും മഹാദേവൻ വലിയ ഒരു പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല എന്ന് പുഞ്ചിരിയോടുകൂടിയാണ് മഹാദേവൻ സംസാരിച്ചത് എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ബ്രഹ്മാവിനൊരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് മഹാദേവൻ തങ്ങളോട്, ദേവന്മാരോട് പ്രതികരിക്കുന്നത് എന്ന ശങ്കയോടുകൂടിയാണ് ബ്രഹ്മദേവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മഹാദേവൻ സംസാരിക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മഹാദേവന്റെ ഉള്ളിൽ യാതൊരു കോപവുമില്ല എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. മഹാദേവൻ അതെടുത്ത് പറയുകയും ചെയ്തു. എന്താണ് പറയുന്നത്? നാഖം പ്രജേഷബാലാനം വർണ്ണയേനാനുചിന്തയേ ദേവമായ വിഭൂതാനം ഖണ്ഡസ്തത്ര ധൃതോമയാം. എനിക്കിപ്പോൾ അവരോട് കോപമൊന്നുമില്ല, ദേവന്മാരോട്. ദക്ഷനോടും എനിക്ക് യാതൊരു കോപവുമില്ല. അതൊക്കെ അവരുടെ ഒരു കുട്ടിക്കളിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. നാഗം പ്രജേഷ ബാലാനാം പറഞ്ഞേ, അതൊരു കുട്ടികളുടെ കളിയായിട്ടാണ്. ദേവന്മാർക്ക് അത്ര ബുദ്ധിയില്ല, ബുദ്ധി കുറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അതത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല.
അവർ ചെയ്തിട്ടുള്ള അപരാധം ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയും. നാഥം പ്രജേശ ബാലാന. കാരണം എന്താണ്? അവർ മായയിൽപ്പെട്ടിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ദേവന്മാരാണെങ്കിലും ദക്ഷനാണെങ്കിലും അവരുടെ പ്രവൃത്തിയെല്ലാം മായയിൽപ്പെട്ടിട്ടാണ്. ദേവമായാഭിഭൂതാന, ഭഗവാന്റെ മായയിൽപ്പെട്ടാണ് അവരിങ്ങനെ പ്രവർത്തിക്കുന്നത്. അവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി മാത്രം ഒരു ശിക്ഷ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല എന്ന് മഹാദേവൻ പറഞ്ഞുകൊണ്ട് ദണ്ഡസ്തത്ര ധൃതോമയ, ഞാൻ ദണ്ഡിച്ചത്, ഞാൻ അവരെ ശിക്ഷിച്ചത് അവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ദക്ഷൻ അഹങ്കാരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദക്ഷന് തന്നെ നല്ലതല്ല. ദക്ഷന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല. അതുകൊണ്ട് അവരുടെ പുരോഗതിക്ക് വേണ്ടിയാണ് അവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ശിക്ഷിച്ചത് എന്ന് പറയും. ദണ്ഡസ്തത്ര ധൃതോമയ എന്ന് പറയും. ഇപ്പൊ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ശിക്ഷിക്കുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, അവന്റെ ശത്രുവിനെ ശിക്ഷിക്കും. അത് കോപാവേശം കൊണ്ടാണെന്ന് പറയും. ശത്രു നന്നാവണം എന്ന് വിചാരിച്ചിട്ടല്ല, ശത്രു നശിച്ചു പോകണം എന്നുള്ള കോപാവേശം കൊണ്ടാണ് ശത്രുക്കൾ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദണ്ഡിക്കുന്നത്. പക്ഷെ ഒരു ഗുരു ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു പിതാവ് ശിക്ഷിക്കുന്നത് പുത്രനോടുള്ള ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. അവര് തെറ്റായ വഴിയിൽ പോകരുത്, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അവരോടുള്ള കരുതൽ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് പിതാവാണെങ്കിലും ഗുരുവാണെങ്കിലും ശിക്ഷിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ശിക്ഷ രണ്ടു തരത്തിലുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളോടുള്ള അസൂയ കൊണ്ടാണോ ഒരു വ്യക്തി ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ നേരായ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ടാണോ ഒരു വ്യക്തി ശിക്ഷിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മഹാദേവൻ ഇവിടെ ദേവന്മാരെ ശിക്ഷിച്ചിട്ടുള്ളത് അവരെ ആത്മീയമായ അധപ്പതനത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉയർന്ന വ്യക്തികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നതിനാണ് അവരെ ദണ്ഡിച്ചത് എന്ന് മഹാദേവൻ പറഞ്ഞു. അല്ലാതെ തനിക്ക് അവരോട് യാതൊരു ദേഷ്യവുമില്ല. വർണ്ണയെ നാനുചിന്തയെ, കാരണം അവർ കുട്ടികളെ പോലെയാണ്, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് മഹാദേവൻ പറഞ്ഞു. ഇനി ബ്രഹ്മാവ് ആ യജ്ഞഭൂമിയിൽ വെച്ച് നടന്ന കലാപത്തിൽ മഹാദേവന്റെ ഭൂതഗണങ്ങളും ദേവന്മാരും പുരോഹിതന്മാരും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു ആക്രമണത്തിൽ ദേവന്മാർക്ക് വലിയ അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. ദക്ഷന്റെ ശിരസ് പോയി. അതേപോലെ മറ്റു ദേവന്മാർക്ക് അവരുടെ അംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഭഗന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. പൂഷാന് പല്ലുകൾ നഷ്ടപ്പെട്ടു. അതെല്ലാം തിരിച്ചു നൽകണം എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും തിരിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്ന് മഹാദേവൻ പറയുന്നു. കാരണം അവരുടെ ഇന്ദ്രിയങ്ങൾ, അവരുടെ കണ്ണുകൾ, അവരുടെ ശിരസ്, അവരുടെ കൈകൾ, ഇതെല്ലാം ഒരു വൈഷ്ണവനെതിരെ, ഭഗവാൻ മഹാദേവനെതിരെ ഉപയോഗിച്ചു. അത് വലിയൊരു അപരാധമാണ്. പക്ഷെ അതിന് പകരമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് മഹാദേവൻ പറയുകയാണ്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രജാപതേർദഗ്ധശീഷ്ണോ ഭവതു അചമുഖം ശിരഃ മിത്രസ്യ ചക്ഷുഷേ ഛേദ ഭാഗം സ്വം ബർഹിഷു ഭഗ. ദക്ഷന്റെ ശിരസ് ഇനി തിരിച്ചു നൽകാൻ സാധിക്കില്ല. കാരണം എന്താണ്? വീരഭദ്രൻ അതെടുത്ത് അഗ്നികുണ്ഡത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അഗ്നികുണ്ഡത്തിൽ വെച്ച് കത്തി ഭസ്മമായി പോയി. ഇനി ആ ശിരസ് കിട്ടുകയില്ല. അപ്പൊ അതിന് പകരം ഒരു അജശിരസ്, അജമുഖം ശിര, ഒരു ആടിന്റെ തലയെടുത്ത്, ആ യജ്ഞത്തിനായി സമർപ്പിക്കുന്ന ആടിന്റെ തലയെടുത്ത് ദക്ഷിണ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഭഗന്റെ കണ്ണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗന് ദർശനം, ഇനിയും കാഴ്ച കിട്ടും. അതെങ്ങനെയാണ് കാഴ്ച കിട്ടുന്നത്? മിത്രന്റെ ദൃഷ്ടികളിലൂടെ ദർശിക്കാൻ സാധിക്കും. മിത്രൻ എന്നുള്ള ദേവൻ കാണുന്നതെല്ലാം ആർക്കും കൂടി കാണാൻ സാധിക്കും, ഭഗനും കാണാൻ സാധിക്കും എന്ന് പറയും. അങ്ങനെ ഒരു പരിഹാരം മഹാദേവൻ പറഞ്ഞു കൊടുത്തു. പൂഷാ തൂ യജമാനസ്യ ദദ്ഭിർജക്ഷതു വിഷ്ടഭുഗ് ദേവാ പ്രകൃത സർവാംഗ ഏമ ഉച്ചേഷണം തതു. പൂഷാന്റെ പല്ലുകൾ പോയിട്ടുണ്ടായിരുന്നു. ദക്ഷൻ മഹാദേവനെ കളിയാക്കിയ സമയത്ത്
പൂഷാൻ പല്ലൊളിച്ചുകൊണ്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവനെ കളിയാക്കിയത് വലിയ സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് വീരഭദ്രൻ ആ പൂഷാന്റെ പല്ലുകൾ ഇടിച്ചു പൊഴിച്ചിട്ടുണ്ടായി. ഇനി ആ പല്ലുകൾ തിരിച്ചു കിട്ടുകയില്ല എന്നാണ് മഹാദേവൻ പറയുന്നത്. പകരം അവരുടെ ശിഷ്യന്മാരുടെ പല്ലുകൾ അവൻ ഉപയോഗിക്കാം എന്ന് പറയും. മാത്രമല്ല, അവൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കടലമാവ് പോലെയുള്ള എന്തെങ്കിലും മൃദുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. അത്ര മാത്രമേ പൂഷാന് കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറയും. ഇനി ദേവന്മാർക്ക് പറ്റിയിട്ടുള്ള പരിക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമാകും എന്ന് പറഞ്ഞു. ഇവിടെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ പരിക്കുകളൊക്കെ പറ്റിയ ദേവന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവര് മഹാദേവനെ ആശ്രയിക്കാനും മഹാദേവനോട് മാപ്പപേക്ഷിക്കാനും വേണ്ടി വന്നിട്ടുള്ളവരാണ്. അത് മാത്രമല്ല, മഹാദേവന്റെ യജ്ഞഭാഗം മഹാദേവൻ തന്നെ സ്വീകരിക്കണം എന്ന് അവർ അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരുടെ പരിക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ ഭേദമാകും എന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ബാഹുഭ്യാമശിനോ ഭൂഷ്ണേ ഹസ്താഭ്യാം കൃതഭാവഃ ഭവന്തു അധ്വര്യവ അന്യേ ബസ്ത ശ്മശ്രു ഭൃഗുഭവേദ്. കൈപ്പത്തികൾ ഛേദിക്കപ്പെട്ടവർക്ക് അശ്വിനി കുമാരന്മാരുടെ കൈപ്പത്തികൾ കൊണ്ട് പ്രവർത്തിക്കാം. അശ്വിനി കുമാരന്മാർ ദേവന്മാരുടെ ദേവലോകത്തിലെ വൈദ്യന്മാരാണ്. അവർ ആ ദേവന്മാർക്ക് വേണ്ട പരിചരണമൊക്കെ നൽകിക്കൊള്ളും. കൈകൾ വെട്ടിമാറ്റിയപ്പെട്ടവർക്ക് പൂഷാന്റെ കൈകൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാം. പുരോഹിതന്മാരും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ പോയതൊക്കെ പോയി, പക്ഷെ ഇനി വെച്ച് ഏതെങ്കിലും മറ്റ് സ്ഥലത്തു നിന്നൊക്കെ ഉള്ള കൈകളൊക്കെ ഉപയോഗിച്ച് അവർക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അതിന് അശ്വനി ദേവന്മാർ അവരെ സഹായിക്കും എന്നും പറഞ്ഞു. പുരോഹിതന്മാരും ആ രീതിയിൽ പ്രവർത്തിക്കണം. ഭൃഗുവിനെ സംബന്ധിച്ച് അവന് ആടിന്റെ താടി രോമങ്ങൾ കിട്ടും. ഭൃഗുവിന്റെ താടി മീശ രോമങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ആ ആടിന്റെ താടി രോമങ്ങൾ ഉപയോഗിക്കാം. ഇങ്ങനെ വലിയൊരു ശസ്ത്രക്രിയ, പ്ലാസ്റ്റിക് സർജറി ഒക്കെ മഹാദേവൻ നിർദ്ദേശിച്ചു കൊടുത്തു. അന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഒരു അവയവം പോയി കഴിഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും ഒരു അവയവം എടുത്ത് പിന്നിക്കൂട്ടി വെച്ച് കൊടുക്കുക എന്നുള്ള കാര്യം മഹാദേവൻ പറഞ്ഞു കൊടുത്തു. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദക്ഷന്റെ ശിരസിന് പകരം ആടിന്റെ ശിരസ് വയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അതിൽ ഏത് വ്യക്തിയായിരിക്കും ഉണ്ടാവുക? ആട് എന്നുള്ള ജീവാത്മാവാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇനി ദക്ഷൻ തന്നെയാണോ ജീവിക്കാൻ പോകുന്നത്? ആടിന്റെ സ്വഭാവമാണോ കാണിക്കുക, ദക്ഷന്റെ സ്വഭാവമാണോ കാണിക്കുക എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വ്യക്തമാക്കുന്നുണ്ട്, ആടിന്റെ ശിരസ് വെച്ച് കഴിഞ്ഞാലും ദക്ഷന്റെ ജീവൻ തന്നെയാണ് അതിലുണ്ടാവുക. ദക്ഷൻ തന്നെയാണ് അതിൽ ജീവിക്കാൻ പോകുന്നത്, അല്ലാതെ ആടിന്റെ ജീവനല്ല. ആടല്ല ജീവിക്കാൻ പോകുന്നത്, ദക്ഷനാണ് ജീവിക്കാൻ പോകുന്നത്. കാരണം ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? ജീവൻ ഒരു ശരീരത്തിന്റെ ഉടലിലാണ്, ഹൃദയഭാഗത്താണ് ഇരിക്കുന്നത്. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ജീവൻ ഇരിക്കുന്നത് ഹൃദയഭാഗത്താണ്. പരമാത്മാവും ജീവാത്മാവും ഇരിക്കുന്നത് ഹൃദയഭാഗത്താണ്. അപ്പോൾ ആ ഒരു ബോധമായിരിക്കും ശിരസ് മാറ്റിക്കഴിഞ്ഞാലും ഉണ്ടാവുക. ശിരസ് മാറ്റിവെച്ചാലും ജീവൻ ആരുടേതായിരിക്കും? ഉടലിലുള്ള ജീവനായിരിക്കും എന്നിവിടെ വ്യക്തമാക്കി ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ തല മാറ്റി വെച്ചു കഴിഞ്ഞാലും ആ തലയുടെ ഉടമസ്ഥനല്ല ജീവിക്കാൻ പോകുന്നത്, ഉടലിന്റെ ഉടമസ്ഥനാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ശീലപ്രഭാതർ ഇവിടെ പറയുന്നത്, കൃഷ്ണബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധം തലമാണ് മാറാൻ പോകുന്നത്. തലച്ചോറിലല്ല ഇവിടെ മാറ്റം വരുന്നത്. എവിടെയാണ് മാറ്റം വരുന്നത്? ഹൃദയത്തിലാണ് മാറ്റം വരുന്നത്. ആ ഹൃദയത്തിലുള്ള മാറ്റം ശരീരത്തിൽ ആകെ മാറ്റം വരുത്തുമെന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് ഈ കൃഷ്ണബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രെയിൻ വാഷിംഗ് ആണ്. ഇവിടെ ബ്രെയിൻ അല്ല വാഷ് ചെയ്യുന്നത്, ഇവിടെ ഹൃദയമാണ് വാഷ് ചെയ്യുന്നത്. അല്ലെ? ശൃണ്വതാം സ്വകതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്ഥോഹി അപത്നാടി വിധുനോതി സുഹൃത്സത എന്ന് നമ്മൾ നേരത്തെ
ഒന്നാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്? നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഴുക്കുകളും വിധുനോതി കഴുകിക്കളയപ്പെടും. ഭഗവാൻ അവിടെ സ്വരൂപഭാവത്തിൽ ഹൃദയത്തിലിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് പറയുന്നത്. ബോധമുള്ളത് കൊണ്ടാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ബോധമില്ലെങ്കിൽ തലച്ചോറിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ആ ബോധതലത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മുഴുവൻ ശരീരത്തിലും മാറ്റം വരും. മുഴുവൻ ശരീരവും ശുദ്ധമായി മാറും. അങ്ങനെ ശുദ്ധമായിട്ടുള്ള ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്നാണ് ആ ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗത്ത് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഹൃദയം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ഈ കൃഷ്ണബോധ പ്രവർത്തനം എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇങ്ങനെ ശരീരത്തിലെ പരിക്കുകൾ മാറിക്കിട്ടിയ ദേവന്മാർ ചേർന്ന് എങ്ങനെയാണ് യജ്ഞം, ആടിന്റെ ശിരസ് കിട്ടിയ ദക്ഷന്റെ നേതൃത്വത്തിൽ വീണ്ടും യജ്ഞം ആരംഭിക്കുന്നു. അവരെങ്ങനെയാണ് യജ്ഞം ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജലജമാത ജപിച്ചു. ഹരേ കൃഷ്ണ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तानंद. जय श्री कृष्ण चैतन्य प्रभु